ഹായ് ഓൾ, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പിക് വൈസ് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും അല്ലാതെയും ഒക്കെ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും, ഡിഗ്രി ലെവൽ എന്നല്ല ഏത് പരീക്ഷയ്ക്കായാലും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ: ദേശീയ പതാക ത്രിവർണ്ണ പതാക നമുക്കറിയാം. അതുപോലെ തന്നെ ദേശീയ മുദ്രയോ സിംഹമുദ്ര, ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര. ഇനി ദേശീയ ഗീതമോ? ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗാനം ജനഗണമന. നമ്മുടെ ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആന. ദേശീയ മൃഗം കടുവ, ദേശീയ പൈതൃക ജീവി ആന. ജലജീവി, ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ് ദേശീയ ജലജീവി. ദേശീയ വൃക്ഷം ഏതാണ്? അത് പേരാലാണ് കേട്ടോ. ദേശീയ നൃത്തരൂപം ഭരതനാട്യവും, ദേശീയ നദി ഗംഗ, ദേശീയ പാനീയം ചായ. ഇത്രയാണ് ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ദേശീയ പതാകയെക്കുറിച്ച് പഠിക്കാം. ദേശീയ പതാക നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ അത് ഏത് വർഷമാണ്? 1947 ജൂലൈ 22. നമ്മുടെ നിലവിലെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 1947 ജൂലൈ 22. ഇനി നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? അത് പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയുടെ ജന്മസ്ഥലം എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ദേശീയ പതാക അംഗീകരിച്ചത്? 1947 ജൂലൈ 22. ദേശീയ പതാകയിൽ തിരശ്ചീനമായി 3 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. മാറിപ്പോകരുത്. നമുക്ക് എത്ര ത്രിവർണ്ണ പതാക നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കതൊരു കൺഫ്യൂഷനാണല്ലേ. മുകളിൽ ഏതാണ്? കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. നമ്മുടെ ത്രിവർണ്ണ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ്. വെള്ള നിറമാകട്ടെ സത്യസന്ധത, സമാധാനം. പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂഷ്ഠിതയെയുമാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പം നമ്മളോട് ചോദിക്കാം, ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിൻ്റെ നിറം. അപ്പോൾ ദേശീയ പതാകയുടെ നടുക്ക് വെള്ള നിറത്തിൽ നടുവിൽ എന്താണ്? അവിടെ അശോക ചക്രം ഉണ്ട് അല്ലേ. അശോക ചക്രത്തിൻ്റെ നിറം എന്താ? നാവിക നീല, നേവി ബ്ലൂ അല്ലേ. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ സെൻറ്ററിൽ അശോക ചക്രമുണ്ട്. ഈ അശോക ചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് PSCയുടെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ടീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിൽ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാ? 24 ആരക്കാലുകളാണ് ഉള്ളത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ചോദിച്ചാൽ അത് ദീർഘചതുരാകൃതിയിലാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ഏതാണ്? ദീർഘചതുരാകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മാറിപ്പോകരുത്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ. 2021 സെപ്റ്റംബർ 30 ഇന്ത്യൻ പതാക നിയമത്തിൽ വരുത്തിയ ഭേദഗതി പ്രകാരം മിഷ്യൻ നിർമ്മിത പോളിസ്റ്റർ പതാകകൾ ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. അപ്പോൾ 2021 ഡിസംബർ 30 ഇന്ത്യൻ പതാക നിയമത്തിൽ ഭേദഗതി വരുത്തി. എന്താണ്? മിഷ്യൻ നിർമ്മിതമായിട്ടുള്ള പോളിസ്റ്റർ പതാകകൾ നമുക്ക് ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകി. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല, ഇന്ത്യയിലെ ഏക ദേശീയ
പതാക നിർമ്മാണശാല ഏതാണ്? അത് കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘമാണ്. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം എവിടെയാണ്? ഹൂബ്ലിയിലാണ്. കർണാടകയിലെ ഹൂബ്ലിയിലാണ്. വർഷം ചോദിച്ചാലോ 1957 നവംബർ 1 ഈ കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം സ്ഥാപിതമാകുന്നത്. 1957 നവംബർ 1. അപ്പം ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിൽ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഹുബ്ബള്ളിയിലുള്ള കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം. ഇതെന്നാണ് നിലവിൽ വന്നത്? 1957 നവംബർ 1. ദേശീയ പതാകയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1904 സിസ്റ്റർ നിവേദിത ഇന്ത്യക്കായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തു. 1904 സിസ്റ്റർ നിവേദിത ഇന്ത്യക്കായിട്ട് ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തു. ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള ഈ പതാകയിൽ താമര, വജ്രചിഹ്നം എന്നിവയും വന്ദേ മാതരം എന്ന ബംഗാളി ഭാഷയിലും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ദേശീയ പതാക എങ്ങനെയായിരുന്നു? ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള ആ പതാകയിൽ താമരയും വജ്രചിഹ്നവും അതുപോലെ തന്നെ വന്ദേ മാതരം എന്ന ബംഗാളി ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഉയർത്തിയ സ്ഥലം പാഴ്സി ബാഗൻ സ്ക്വയർ ഗ്രീൻ പാർക്ക് കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ ഈ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? അത് പാഴ്സി ബാഗൻ സ്ക്വയർ ഗ്രീൻ പാർക്കിൽ കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഈ ദേശീയ പതാക ഉയർത്തിയത്. അതാരാണ് രൂപകൽപ്പന ചെയ്തത്? സിസ്റ്റർ നിവേദിതയാണ് ഇന്ത്യക്കായിട്ട് ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ വർഷം 1906 ഓഗസ്റ്റ് 7 എന്നാണ് ഇത് ഉയർത്തിയത്? ഈ ഗ്രീൻ പാർക്കിൽ 1906 ഓഗസ്റ്റ് 7 ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക ഉയർത്തിയത് അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. വന്ദേമാതരം പതാക, കൊൽക്കത്ത പതാക എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക അത് ഉയർത്തിയത് ആരാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. പതാകയുടെ മുകളിൽ നിന്നും താഴേക്ക് യഥാക്രമം പച്ച, മഞ്ഞ, കുങ്കുമം അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങളിൽ തുല്യ വീതിയുള്ള 3 തിരശ്ചീന ഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. പതാകയിലെ പച്ച പശ്ചാത്തലത്തിൽ താമരകൾ ആലേഖനം ചെയ്തിരുന്നു. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം 8 ആയിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്ന 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കാനാണ് 8 താമരകൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? 8 താമരകൾ. എന്തായിരുന്നു ഇത്? 8 പ്രവിശ്യകൾ. ഇന്ത്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കാനാണ് ഈ 8 താമരകൾ ഉൾപ്പെടുത്തിയത്. പതാകയിലെ ചുവന്ന പശ്ചാത്തലത്തിൽ സൂര്യനും ചന്ദ്രക്കലയും ആലേഖനം ചെയ്തു. പതാകയിലെ ചുവന്ന പശ്ചാത്തലത്തിൽ എന്താ? സൂര്യനും ചന്ദ്രക്കലയും. പതാകയിലെ മഞ്ഞ പശ്ചാത്തലത്തിൽ വന്ദേ മാതരം എന്ന ആലേഖനം ചെയ്തിരുന്നു. പതാകയിലെ മഞ്ഞ പശ്ചാത്തലത്തിൽ എന്താണ്? വന്ദേ മാതരം. 1907 ബർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ബർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് ആരാ? മാഡം ഭിക്കാജി കാമ. ഇതിൽ ഒരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ആലേഖനം ചെയ്തിരുന്നു. ഈ പതാകയിൽ എത്ര താമരയുണ്ടായിരുന്നു? ഒരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. 1917 ഹോം റൂൾ മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നാണ്. അപ്പോൾ 1917 ഹോം റൂൾ മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? അത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നിട്ടായിരുന്നു. ഈ പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള 5 തിരശ്ചീന ഘട്ടങ്ങളും പച്ച നിറത്തിലുള്ള 4 ഖണ്ഡങ്ങളും ഒന്നിടവിട്ട് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. ഇടതുവശത്ത് മുകളിലായി ബ്രിട്ടൻ്റെ പതാകയായ യൂണിയൻ ജാക്കും വലതുവശത്ത് മുകളിലായി ചന്ദ്രക്കലയും നക്ഷത്രവും ഈ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നു. 1921 ബസവാഡയിൽ
ഇന്നത്തെ വിജയവാഡ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ ഡിസൈൻ ചെയ്ത പതാക ഗാന്ധിജിയുടെ അംഗീകാരത്തിനായി പിംഗലി വെങ്കയ്യ സമർപ്പിച്ചു. സ്വരാജ് പതാക രൂപകൽപ്പന ചെയ്ത വർഷം 1921. അപ്പോൾ 1921 ബസവാഡയിൽ, അതായത് ഇന്നത്തെ വിജയവാഡയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ഡിസൈൻ ചെയ്ത പതാക ഗാന്ധിജിയുടെ അംഗീകാരത്തിനായിട്ട് ആരാണ് വെച്ചത്? പിംഗലി വെങ്കയ്യ. സ്വരാജ് പതാക രൂപകൽപ്പന ചെയ്തത് ഗാന്ധിജിയാണ്. സ്വരാജ് പതാകയിൽ ചുവപ്പ്, പച്ച, വെള്ള നിറങ്ങളും മധ്യത്തിൽ ഒരു ചർക്കയും ആലേഖനം ചെയ്തിരുന്നു. ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഈ പതാകയിൽ ചുവപ്പ് ഹിന്ദുക്കളെയും പച്ച മുസ്ലിങ്ങളെയും പ്രതിനിധാനം ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുമതവും ഇസ്ലാം മതവും എന്നിവയ്ക്ക് പുറമെ ക്രിസ്തുമതവും മറ്റനേകം മതവിശ്വാസികളും ഉള്ളതിനാൽ അവരെ പ്രതിനിധാനം ചെയ്ത് വെള്ള നിറവും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പ്രതിനിധീകരിച്ച ചർക്കയും പതാകയിൽ ഉൾപ്പെടുത്താൻ ഗാന്ധിജി നിഷ്കർഷിച്ചു, അതായത് ഗാന്ധിജി ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എവിടെയാണ്? കർത്തവ്യപഥ്, രാജ്പഥിൽ വെച്ച്. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക, റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി. എവിടെയാണ്? കർത്തവ്യപഥ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിന് ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി, ചെങ്കോട്ടയിൽ വെച്ച്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, INCയുടെ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹമാണ് അന്ന് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചത് 1931. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക. 1931 മുതൽ 1947 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ ചർക്കയും 1947 ജൂലൈ 22 മുതൽ ഇത് ധർമ്മചക്രമായും രൂപമാറ്റം വരുത്തി. അതായത് 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. അന്ന് മുതൽ ചർക്കയ്ക്ക് പകരം എന്താണ് അവിടെ വന്നത്? മധ്യത്തിൽ ധർമ്മചക്രം, അതായത് അശോക ചക്രം വന്നു. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹമാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് ആരാ ഉയർത്തുന്നത്? പ്രധാനമന്ത്രി. റിപ്പബ്ലിക് ദിനത്തിന് രാഷ്ട്രപതി. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാതെ പോയ പ്രധാനമന്ത്രിമാരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ചന്ദ്രശേഖറും ഗുൽസാരിൽ നന്ദയും ആയിരുന്നു. ഗുൽസാരിൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്നു കേട്ടോ. 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് ആര് നിർമ്മിക്കുന്നത്? KKGSS, കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംഘ് നിർമ്മിക്കുന്നത് 9 വ്യത്യസ്ത അളവിലുള്ളതാണ്. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക എത്രയാണ്? 150 mm to 60 mm. ഏറ്റവും വലിയ അളവാണെങ്കിലോ 6300 to 4200. VVIPകളുടെ വിമാനത്തിലുള്ളത് 450 to 300. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 225 to 150. മേശപ്പുറത്ത് ഉപയോഗിക്കുന്നത് 150 to 100. ഇതാണ് പതാകയുടെ വലിപ്പം. വ്യത്യസ്ത 9 അളവുകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാനാണ് രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെ എത്തിച്ച ദൗത്യമാണ് അപ്പോളോ 15, 1971. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെ എത്തിച്ച ദൗത്യം ഏതാണ്? അത് അപ്പോളോ 15, വർഷം 1971. പതാകകളെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി. ഇമ്പോർട്ടൻ്റ് ആണ്. പതാകകളെ പറ്റിയുള്ള പഠനം എന്താണ്? അത് വെക്സിലോളജി. ഇനി ഇന്ത്യൻ പതാക നിയമം. ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ചും പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26.
ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങളുടെ എണ്ണം 3 ഇന്ത്യൻ പതാക നിയമത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാനാണ് PD ഷേണായി. ഇന്ത്യൻ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് PD ഷേണായി ആണ്. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? അത് നവീൻ ജിണ്ടാൽ ആണ്. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി ചെയ്തത് 2002 ജൂലൈ 20-ന്. 2022 ഇന്ത്യൻ പതാക നിയമം ഭേദഗതി ചെയ്തത് 2022 ജൂലൈ 20-ന്. ഈ ഭേദഗതി പ്രകാരം ആസാദി കി അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ നടപ്പിലാക്കി. അപ്പോൾ 2022 ജൂലൈ 20-ലെ ഭേദഗതി പ്രകാരം ആസാദി കി അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരങ്ക അല്ലേ, നമ്മളൊക്കെ വീട്ടിൽ പതാക ഉയർത്തി ക്യാമ്പയിൻ നടപ്പിലാക്കി. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? അത് നവീൻ ജിണ്ടാൽ. ദേശീയ പതാകയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ദേശീയ ചിഹ്നം. എന്താണ് നമ്മുടെ ദേശീയ ചിഹ്നം? സിംഹമുദ്ര അല്ലേ. ദേശീയ ചിഹ്നം അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര, ആ മുദ്രയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-ന്. അപ്പം നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാ? 1947 ജൂലൈ 22-ന്, സ്വാതന്ത്ര്യത്തിന് മുൻപ് അല്ലേ. ഇനി നമ്മുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26-ന്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സാരാനാഥിലെ ഡീൻ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന്. എവിടെ നിന്നാണ്? സാരാനാഥിലെ ഡീൻ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ എത്ര മൃഗങ്ങളാണെന്ന് ചോദിച്ചാൽ 4 മൃഗങ്ങളാണ് കേട്ടോ. 5 സിംഹങ്ങളുണ്ട്, 1 കാളയുണ്ട്, 1 കുതിരയുണ്ട്, 1 ആനയുണ്ട്. മൃഗങ്ങൾ എത്ര മൃഗങ്ങൾ എന്ന് ചോദിച്ചാൽ 4. ഏതൊക്കെയാ? സിംഹം, കാള, കുതിര, ആന. പക്ഷേ ടോട്ടൽ എത്ര എണ്ണമുണ്ട് സിംഹമുദ്രയിൽ? 5 സിംഹങ്ങൾ, 1 കാള, 1 കുതിര, 1 ആന ഉൾപ്പെടെ 8 മൃഗങ്ങളാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ആരാണ് രൂപകൽപ്പന ചെയ്തത്? ദീനാനാഥ് ഭാർഗവ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ്? സത്യമേവ ജയതേ എന്നാണ്. അപ്പോൾ സത്യമേവ ജയതേ എന്ന് നമ്മുടെ ദേശീയ മുദ്രയുടെ താഴെ ഏത് ഭാഷയിലാണ്? ദേവനാഗരി ലിപിയിലാണ്. അങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മുണ്ടകോപനിഷത്ത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നമാണ് സ്റ്റാർ ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം ഏതായിരുന്നു? സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇനി ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയത് 2005-ലാണ്. 2005 ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു നിയമം പാസാക്കി. നമ്മുടെ ദേശീയ ഗാനം അല്ലേ, ജനഗണമന ദേശീയ ഗാനമായിട്ട് ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ് അല്ലേ. സിംഹമുദ്ര അംഗീകരിച്ചത് ജനുവരി 26-ന്. ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂറാണ്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറും അതിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂറാണ്.
ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറിൻ്റെ ജന്മസ്ഥലം ഹിമാചൽ പ്രദേശാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ അത് ശങ്കരാഭരണമാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയഗാനം ആലപിക്കാൻ എത്ര സമയം വേണം? 52 സെക്കൻഡ്. മാറിപ്പോകരുത്. ദേശീയഗാനം ആലപിക്കാൻ 52 സെക്കൻഡ് സമയമാണ് വേണ്ടത്. ഇതെല്ലാം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. രാഗവും ഏത് ഭാഷയിലാണെന്നുള്ളതും എത്ര സമയം വേണമെന്നുള്ളതും ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇതിൻ്റെ ചുരുക്ക രൂപം, സംക്ഷിപ്ത രൂപം ആലപിക്കാൻ 20 സെക്കൻഡ് സമയം മതി. ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് ഭാരത് ഭാഗ്യ വിധാത. ദേശീയഗാനം എടുത്തിരിക്കുന്നത് ടാഗോറിൻ്റെ ഏത് പദ്യത്തിൽ നിന്നാണ്? ഭാരത് ഭാഗ്യ വിധാത. ഭാരത് ഭാഗ്യ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് തത്വബോധിനി പത്രിക. ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരത് ഭാഗ്യ വിധാത എന്ന പദ്യം 1912 തത്വബോധിനി പത്രികയിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത്. ഇനി ആദ്യമായി ആലപിച്ച വ്യക്തി ആരാണ്? അത് സരളാദേവി ചൗധറാണിയാണ്. സരളാദേവി ചൗധറാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി. രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചത് ആരാണ്? മാർഗരറ്റ് കസിൻസ്. ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആരാണ്? ആബിദ് അലി. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണയാണ് ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 10 തവണയാണെന്ന് ഓർത്തോണം. ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് 10 തവണ ആവർത്തിക്കുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ 1947 ഓഗസ്റ്റ് 14 ഇന്ത്യൻ അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭ അസംബ്ലി കൂടി വന്ദേമാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിച്ചു, ജനഗണമന ആലപിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു. 1943 ആസാദ് ഹിന്ദു ഫൗജ് ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത് ശുഭ് സുഖ് ചെയിൻ ആണ്. 1943 ആസാദ് ഹിന്ദു ഫൗജ് ദേശീയഗാനമായി പ്രഖ്യാപിച്ചത് എന്താണ്? അത് ശുഭ് സുഖ് ചെയിൻ എന്നതായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ല എന്ന് രചിച്ചത് ആരാണ്? അതും രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഗാനം തുടങ്ങിയ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന നിയമമാണ് ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ ആക്ട് 1971, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് 1971. അടുത്തത് ദേശീയ ഗീതത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരു ദിവസം തന്നെയാണ് അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി.
വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശരാഗം. ജനഗണമനയോ ശങ്കരാഭരണം. വന്ദേ മാതരം ദേശരാഗം. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ്. സംസ്കൃതം എന്നും ഗവൺമെൻറ് സ്രോതസ്സുകളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ്. ദ എബേ ഓഫ് ബ്ലിസ് എന്ന പേരിൽ നരേഷ് ചന്ദ്ര സെൻ ഗുപ്ത. ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് 1952. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. അപ്പോൾ ദേശീയഗാനം ആരാണ്? അത് സർലാദേവി ചൗധറാണിയാണ് കേട്ടോ. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദ ഘോഷാണ്. മദർ ഐ ബോ ടു ദി അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി. 2009 കർമ്മയോഗി എന്ന മാസികയിലാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴിലേക്ക് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ദേശീയഗാനത്തിന് 52, വന്ദേ മാതരം 65 സെക്കൻഡ്. 1997 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് AR റഹ്മാനാണ്. 1997 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് AR റഹ്മാൻ. അടുത്തത് ദേശീയ കലണ്ടറിനെ പറ്റിയാണ്. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷം. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1957 മാർച്ച് 22 എന്നാണ്. 1957 മാർച്ച് 22. ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 22-നാണ്. അതിവർഷത്തിൽ അത് മാർച്ച് 21 ശകവർഷം ആരംഭിച്ചത് ആരാണ്? കനിഷ്കനാണ് AD 78. ഈ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘനാഥ് സാഹ. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് മേഘനാഥ് സാഹയാണ്. ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രം. ശകവർഷത്തിലെ മാസങ്ങളാണ് ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം, ഫാൽഗുണം എന്നിവ. അപ്പോൾ ശകവർഷ കലണ്ടറിനെ കുറിച്ച് ഇത്രയാണുള്ളത്. 1957 മാർച്ച് 22-നാണ് നമ്മളതിനെ ഔദ്യോഗികമായി ഇന്ത്യയുടെ കലണ്ടറായിട്ട് എടുക്കുന്നത്. ഇനി ദേശീയ പക്ഷി മയിൽ. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963. മയിലിൻ്റെ ശാസ്ത്രീയ നാമം ഇമ്പോർട്ടൻ്റ് ആണ്, പാവോ ക്രിസ്റ്റാറ്റസ്. സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ ആയിരുന്നു കേട്ടോ. അടുത്ത ദേശീയ മൃഗം. റോയൽ ബംഗാൾ കടുവയാണ് ദേശീയ മൃഗം. ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ചത് 1972-ലാണ്. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമായിരുന്നു. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തേറ ടൈഗ്രീസ്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേറ ടൈഗ്രീസ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് 1973-ലാണ്. അപ്പോൾ 1972 റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നു. ഇത് കടുവയെ പ്രൊജക്ട് ടൈഗർ ഇവിടെ ആരംഭിക്കുന്നത് 1973 തൊട്ടടുത്ത വർഷമാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേറ ടൈഗ്രീസ്. അടുത്താണ് ദേശീയ ജലജീവി. ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കുന്നത് 2009 ഒക്ടോബറിലാണ്. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റനിസ്റ്റ ഗാൻജെറ്റിക്ക. എന്താണ്? പ്ലാറ്റനിസ്റ്റ ഗാൻജെറ്റിക്ക. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസ്സാമിലാണ്, ഗുവാഹത്തി. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് അസ്സാം, ഗുവാഹത്തി.
ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാ? അത് ഗംഗാ ഡോൾഫിനാണ് കേട്ടോ. അപ്പോൾ ഗംഗാ ഡോൾഫിനെ നമ്മൾ ദേശീയ ജലജീവിയായി അംഗീകരിക്കുന്നത് 2009 ഒക്ടോബറിലാണ്. പ്ലാറ്റനിസ്റ്റ ഗാൻജറ്റിക്ക എന്നതാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മൃഗമാണ് ഗുവാഹത്തി, അസ്സാമാണ് ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിക്കുന്നത് 2010 ഒക്ടോബറിലാണ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ്. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനകളെ പറ്റി പരാമർശിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥമാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ്തിൻ്റെ മാതംഗലീല. ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാണ്? മാതംഗലീലയാണ്. അത് എഴുതിയത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ്താണ്. ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ് അല്ലേ. മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഫലങ്ങളുടെ രാജാവ് എന്നാണ് മാങ്ങ അറിയപ്പെടുന്നത്. മാങ്ങകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൻസോ മാങ്ങയാണ്. GI ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. GI ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങ ഏതാണ്? കുറ്റ്യാട്ടൂർ മാങ്ങയാണ്. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഫിലിപ്പീൻസും. ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ് നമ്മുടെ ദേശീയ പുഷ്പം. താമരയുടെ ശാസ്ത്രീയ നാമമാണ് നിലംബോ ന്യൂസിഫെറ. താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാമും ഈജിപ്തും. ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ. പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് 1950 പേരാലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസീസ് എന്നുള്ളത്. ഇനി കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ് ഇന്ത്യയുടെ കായിക വിനോദം. നിലവിലെ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്കൊരു ദേശീയ കായിക വിനോദമില്ല കേട്ടോ. ദേശീയ നദി ഗംഗയെ നമ്മൾ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 25 എന്ന് പെട്ടെന്ന് ഓർത്തിരിക്കുക. ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ. ഹിന്ദിയെ നമ്മൾ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14 എന്നാണ്. 1949 സെപ്റ്റംബർ 14. ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് എന്താ? സെപ്റ്റംബർ 14 കേട്ടോ. ഹിന്ദി ദിവസ് സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് 341 ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണ്. ഒന്നാമത്തേത് ഇംഗ്ലീഷ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ബീഹാറാണ് 1881. ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി ഇവയൊക്കെയാണ് ഔദ്യോഗിക ഭാഷ ഹിന്ദി ആയിട്ടുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? ദേവനാഗരി ലിപിയാണ്. ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യമാണ് ഫിജി. ആദ്യ ലോക ഹിന്ദി കോൺഫറൻസ് നടന്നത് 1975 നാഗ്പൂരിലാണ്. ആദ്യ ലോക ഹിന്ദി കോൺഫറൻസ് നടന്നത് എവിടെയാണ്? നാഗ്പൂരിലാണ് 1975. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം മൗറീഷ്യസ് ആണ്. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യ സെക്രട്ടറി ജനറലാണ് വിനോദ് ബാല അരുൺ. ഇനി നമ്മുടെ ദേശീയ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നാണ് തുടങ്ങുന്നത് അല്ലേ. ഈ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഇത് പൈതിമാരി വെങ്കട സുബ്ബറാവു. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കട സുബ്ബറാവു. ദേശീയ പ്രതിജ്ഞ എഴുതിയത് ഏത് ഭാഷയിലാണ്? തെലുങ്ക് ഭാഷയിലാണ് കേട്ടോ. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയാണ് MC ചക്ല കമ്മിറ്റി. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് MC ചക്ല. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷം 1965 ജനുവരി 26 മുതലാണ്. നമ്മുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളും ചൊല്ലിത്തുടങ്ങിയ വർഷം 1965 ജനുവരി 26 അപ്പോൾ ഈ ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? MC ചക്ലയാണ് കേട്ടോ. ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാര വെങ്കട സുബ്ബറാവു ആണ്. ഏത് ഭാഷയിലാണ്? തെലുങ്കിലാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദേശീയ
ചിഹ്നങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു. ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് ചോദിക്കില്ല, ഷുവറാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് എല്ലാവരും കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് മേടിക്കാൻ സാധിക്കും നിങ്ങൾ സിലബസ് വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസും കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടാലും ആരും ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കേട്ടാൽ മതി. കാരണം നമ്മൾക്ക് ഓപ്ഷൻ ചെയ്യുന്ന ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റണം. അത് എത്ര വലിയ ക്വസ്റ്റ്യൻ ആയാലും ചെറിയ ക്വസ്റ്റ്യൻ ആയാലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും പഠിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കട്ടെ എല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.